PM കുസും പദ്ധതിയിലെ അഴിമതി ആരോപണത്തിൽ അന്വേഷണത്തിന് വൈദ്യുതി മന്ത്രി നിർദ്ദേശം നൽകി. ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് അന്വേഷണ ചുമതല. പദ്ധതിയിലെ അഴിമതി സംബന്ധിച്ച് 24 വാർത്ത നൽകി. 24 ഇമ്പാക്ട് സലീം മാലിക് തിരുവനന്തപുരത്ത് മറ്റു വിവരങ്ങൾ നൽകും. സലീം, പറയൂ. പ്രൈം ടൈമിലേക്ക് താങ്കൾക്ക് സ്വാഗതം. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? സോളാർ സൗരോർജ്ജ പമ്പുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് PM കുസും. ആ പദ്ധതിയിൽ ഒരു അഴിമതി ആരോപണം നേരത്തെ തന്നെ നേരിട്ടിരുന്നു. അതിനു പിന്നാലെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് 24 അതുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വൈദ്യുതി മന്ത്രി ആ വിഷയത്തിൽ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അനർട്ടിനെ കുറിച്ച് ഉയർന്നു വന്ന ആരോപണങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ചുമതല നൽകിയിരിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കണം. അതിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ ഉത്തരവാദികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല എന്നുകൂടി മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. 100 കോടിയിൽ അധികം രൂപയുടെ വർധന ഇതുമായി ബന്ധപ്പെട്ട് ഈ ടെൻഡർ നടപടിയിൽ ഉണ്ട് എന്നുള്ളൊരു ആരോപണമാണ് ഈ പദ്ധതിയിൽ നേരിട്ടത്. സാധാരണഗതിയിൽ അനർട്ട് സിഇഒയ്ക്ക് 5 കോടി രൂപ വരെയാണ് ഒരു വിഷയത്തിൽ സർക്കാരിന്റെ അനുമതിയില്ലാതെ ടെൻഡർ വിളിക്കാനാവുന്നത്. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് 240 കോടി രൂപയുടെ ടെൻഡർ വിളിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ അഴിമതിയുടെ തുടക്കം. അതിന് പിന്നാലെ തന്നെ സർക്കാരിന്റെ രേഖാമൂലമില്ലാതെ അത്രയും ഉയർന്ന തുകയ്ക്ക് ടെൻഡർ വിളിക്കുകയും അതിനുശേഷം ഒരു കമ്പനി ആ ടെൻഡറിൽ പങ്കെടുത്തതിന് ശേഷം അവർക്ക് ഇഷ്യൂ ചെയ്തതിന് ശേഷം ടെൻഡർ പിന്നീട് തുറന്ന് അതിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. 1 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെയുള്ള വ്യത്യാസം, 2 കിലോവാട്ട് മുതൽ 10 കിലോവാട്ട് വരെയുള്ള വിവിധ സൗരോർജ്ജ പദ്ധതികൾ സ്ഥാപിക്കുന്നതിനുള്ള കോൺട്രാക്റ്റിൽ മാറ്റം വരുത്തുന്നത് ഉൾപ്പെടെയുള്ള രേഖകളായിരുന്നു 24 ഉച്ചയ്ക്ക് പുറത്തുവിട്ടത്. ആ വിഷയത്തിലാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.